പെട്ട് മോനെ പെട്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. തിങ്കളാഴ്ച രാവിലെ ആയിട്ട് വണ്ടിയൊക്കെ എടുത്ത് നമ്മളൊരു ട്രിപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. മ്യൂണിക്കിനടുത്തുള്ള ഏഗൻഫെൽഡൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമുക്ക് ഇന്ന് അൺലോഡിങ് ഉള്ളത്. ഗൂഗിൾ മാപ്പിലും ട്രക്ക് മാപ്പും കൂടി വെച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പം ട്രക്കിൻ്റെ മാപ്പിൽ ആക്ച്വലി ഈ സ്ഥലം എത്തുന്നതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് ട്രക്ക് പോകാത്ത കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നിങ്ങനെ ഒരു വാർണിംഗ് തന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറച്ച് ഹൈറ്റ് കുറഞ്ഞ പാലങ്ങളും 4 മീറ്ററാണ് നമ്മുടെ മിനിമം ഒരു പാലത്തിൻ്റെ ഹൈറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് അതുവഴി ട്രക്ക് കൊണ്ടുപോകാൻ പറ്റുക. അപ്പോൾ ഇതിനകത്ത് ഒരു വാർണിംഗ് കാണിച്ചത് ഒരു 3.6 മീറ്റർ ഹൈറ്റുള്ള ഒരു പാലം ഇതിനിടയിലുണ്ട് എന്ന് പറഞ്ഞൊരു വാർണിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 2 വഴിയുണ്ട് ആ കമ്പനിയിലേക്ക് പോകാനായിട്ട്. പക്ഷേ ആ 2 വഴിയിലും പാലം ഉള്ളതായിട്ടാണ് കാണിച്ചത്. അതല്ലാതെ വേറെ വഴികളൊന്നും കാണിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ ഗൂഗിൾ റിവ്യൂസൊക്കെ എടുത്ത് നോക്കി ഈ കമ്പനിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് ട്രക്ക് ഡ്രൈവേഴ്സൊക്കെ പോകുന്നതെന്നുള്ളതൊക്കെ. അപ്പോൾ അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള വഴി ഏതാണെന്ന് റിവ്യൂസിനകത്തൊന്നും കണ്ടില്ല. അപ്പം നമ്മൾ ഗൂഗിൾ മാപ്പിനകത്തുള്ള ഒരു വഴി എന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് തൊട്ട് ഇപ്പറേ ഒരു 100 മീറ്റർ മാറിയിട്ട് ഒരു പാലം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കമ്പനിക്ക് അടുത്താണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ റൂട്ടാണ് സെലക്ട് ചെയ്തത്. പക്ഷേ ആ റൂട്ട് കയറി നമ്മളൊരു ചെറിയൊരു സിറ്റിക്ക് ഉള്ളിലായിരുന്നു. സിറ്റി എന്ന് വെച്ചാൽ പഴയ സിറ്റിയാണ്, കല്ലൊക്കെ വിരിച്ച റോഡാണ്. അപ്പം ഞാൻ അതുകൊണ്ട് ഒരു ധൈര്യം സംഭരിച്ച് വണ്ടിയായിട്ട് അതുവഴി പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സത്യം മനസ്സിലായത്, പിന്നെ മുന്നോട്ട് വണ്ടി പോവില്ല. ഇതാണ് സംഭവം. ഈ മുന്നിൽ കാണുന്ന ഈ ഒരു ആർച്ച് പോലത്തെ ഈ ഒരു ടവറിൻ്റെ ഉള്ളിൽ കൂടി വണ്ടി പോകണം. പക്ഷേ അതിൻ്റെ ഹൈറ്റ് 3.6 മീറ്ററേ ഉള്ളൂ. കണ്ടാൽ മനസ്സിലാവും ആ ആർച്ചിൻ്റെ ഉള്ളിൽ കൂടി ആരൊക്കെയോ ട്രക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ സൈഡൊക്കെ ഉരഞ്ഞ് പിടിച്ചിട്ടുള്ള കുറച്ച് പാടുകളൊക്കെ കാണാം നമുക്ക്. പക്ഷേ എന്തായാലും നമ്മൾ ആ ചാൻസ് എടുക്കുന്നില്ല. റിവേഴ്സ് ചെയ്യുകയോ ടേൺ ചെയ്യുകയോ. പക്ഷേ ടേൺ ചെയ്യാനായിട്ട് അവിടെ സ്ഥലമില്ലായിരുന്നു, അതുകൊണ്ട് റിവേഴ്സ് എടുക്കാനേ വഴിയുള്ളൂ. അപ്പോൾ ഒരാൾ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറായി. പുള്ളി ബാക്കിൽ നിന്ന് വണ്ടിയൊക്കെ ഒന്ന് മാറ്റി വണ്ടികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് എൻ്റെ അടുത്ത് റിവേഴ്സ് എടുക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടി റിവേഴ്സ് എടുത്തു. ചെറിയ ഇടുങ്ങിയ വഴികളായതുകൊണ്ട് തന്നെയും പിന്നെ അതുപോലെ ഒത്തിരി വണ്ടികളൊക്കെ വന്ന് ഇതിനകത്ത് നിൽക്കുന്നുണ്ടായിരുന്നുകൊണ്ടും നമുക്ക് അത്ര പെട്ടെന്ന് റിവേഴ്സ് എടുക്കുന്നത് പോസിബിൾ അല്ലായിരുന്നു. എന്നാലും നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ കുറച്ച് റിവേഴ്സ് എടുത്തു. സോ എല്ലാ ദിവസവും നമുക്ക് ട്രക്ക് ഡ്രൈവേഴ്സിന് ഒരുപോലെ ഇരിക്കില്ല. ചില ദിവസങ്ങളിൽ ഇതുപോലത്തെ പണി കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പണി കിട്ടുമ്പോൾ മാക്സിമം പാനിക് ആവാതെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി അവിടെ നിന്ന് ഊരിപ്പോരാൻ നോക്കണം. ഞാനിങ്ങനെ വണ്ടി റിവേഴ്സ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു അമ്മച്ചി വണ്ടിയിൽ വന്നിട്ട് എന്തൊക്കെ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിന്ന പുള്ളിയും ആ അമ്മച്ചിയായിട്ട് വാക്ക് തർക്കമായി അവിടെ നിന്ന്. പിന്നെ അവർ തമ്മിൽ എന്തൊക്കെയോ തർക്കിച്ചിട്ട് അവർ വണ്ടി എടുത്തിട്ട് പോയി. പിന്നെ ഞാനും ഒരുവിധം എങ്ങനെയൊക്കെയോ വണ്ടി ഒന്ന് റിവേഴ്സ് എടുത്ത് വളരെ സേഫായിട്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ അവിടെ നിന്ന് ഊരിപ്പോന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം. അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും ചൂസ്.